ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് ചീസ് കേക്ക് റെസിപ്പിയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു പുഡിങ്ങിൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാവുക, പക്ഷേ ഇതിൽ നമ്മൾ ചീസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചീസ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചീസൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇവിടെ എനിക്ക് കുറച്ച് ഇളനീരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളരെ ടെൻഡറായിട്ടുള്ള ഇളനീരിൻ്റെ കാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. ഇതിൽ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൽ ഇളനീര് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. നമുക്ക് കുക്കിംഗ് ടൈം ഒട്ടും തന്നെ വേണ്ട എന്നുള്ളതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത. ഒരുപാട് നേരം നമ്മൾ ഫ്ലെയിമിലിട്ട് ഇളക്കുകയോ കുക്ക് ചെയ്യുകയും ഒന്നും തന്നെ വേണ്ട. വളരെ സിമ്പിൾ മെത്തേഡിലൂടെ തന്നെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഇതൊരു കേക്ക് ബേസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ശരിക്കും ഒരു കേക്കിൻ്റെ രീതിയിൽ തന്നെ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 കപ്പോളം ടെൻഡർ കോക്കനട്ടാണ്. അതിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കിട്ടിയിട്ടില്ല, വളരെ ഇളം കരിക്കിൻ്റെ കാമ്പാണ് കിട്ടിയിട്ടുള്ളത്. അത് 4 കരിക്കിൻ്റെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ലെയറിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ലെയറാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതാണ് ഗ്ലാസ് പുഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ആ ഗ്ലാസ് പുഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ഇളനീരാണ്. അത് നല്ല തെളിഞ്ഞ ഇളനീരിൻ്റെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ 2 കപ്പ് വെള്ളമാണ്, ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേക്കെല്ലാം മെഷർ ചെയ്യുന്ന കപ്പ് 250ൻ്റെ ആ കപ്പിലാണ് ഞാൻ 2 കപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ജെലാറ്റിനാണ് ഒന്ന് ഉരുക്കി ഒഴിക്കാൻ പോകുന്നത്. ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ജെലാറ്റിൻ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് കരിക്കിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം കുതിരുന്ന രീതിയിൽ വേണം നമ്മൾ കരിക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ പച്ചവെള്ളമൊന്നും അല്ല ഉപയോഗിക്കുന്നത്, ഈ കരിക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ആദ്യം ഉരുക്കിയെടുക്കുന്നത്. രണ്ടാമതും ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഉരുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിലല്ല, നമ്മൾ കരിക്കിൻ്റെ വെള്ളത്തിലാണ് ഇത് ചൂടാക്കിയെടുക്കാൻ പോകുന്നത്. ഞാൻ മൈക്രോവേവിലാണ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കഴിയുന്നതും പൊടിച്ച പഞ്ചസാര തന്നെ ഉപയോഗിക്കുക. പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജെലാറ്റിൻ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 30 സെക്കൻഡ് എടുത്തുള്ളൂ മൈക്രോവേവിൽ ഉരുക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയും ഉരുക്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് ആദ്യത്തെ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമതും ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത്. ഇനി ഞാനൊരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. രണ്ടാമത്തെ പോർഷൻ കുറച്ചുകൂടി വലുപ്പമുള്ളൊരു പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ബബിൾസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കാരണം നമ്മൾ തണുക്കുമ്പോൾ അങ്ങനെ എയർ ബബിൾസ് ഒന്നും വേണ്ട. ഇതുപോലെ ഒന്ന് എടുത്താൽ മതി, അതങ്ങ് പൊയ്ക്കോളും. നമുക്ക് ഇതിനിയൊരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് ചില്ല് ചെയ്തെടുക്കണം, തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗം കറക്റ്റായിട്ട് സെറ്റായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ പുഡിംഗ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ക്രീം ചീസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ക്രീം ചീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർട്ടിലും ലിങ്കും കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എല്ലാവരും പോയി ഒന്ന് കാണണം. ഇതൊരു പാക്കറ്റ് പാൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രീം ചീസാണ്. ഇനി ഞാൻ എടുക്കുന്നത് 4 തേങ്ങയുടെ ഇളം കാമ്പാണ്, അതായത് 4 കരിക്കിൻ്റെ ഇളം കാമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഇളം കാമ്പും ഈ ഒരു ക്രീം ചീസ് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഞാനിവിടെ 4 കപ്പ് ഇളനീരാണ് ഉപയോഗിക്കുന്നത്. 250 ml 4 കപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ഉപയോഗിക്കുന്നത്.
നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വരാനാണ് 3 ടേബിൾ സ്പൂൺ തന്നെ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 400 ഗ്രാം കണ്ടൻസ് മിൽക്കാണ് ഞാൻ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ മധുരം വേറെ ചേർക്കുന്നില്ല. ഞാൻ ജലാറ്റിൻ കുതിർക്കുന്നത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളത്തിൽ തന്നെയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ കരിക്കും വെള്ളത്തിലാണ് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുന്നത്. എന്നിട്ട് ബാക്കി കുറച്ച് ടേബിൾ സ്പൂണോളം കരിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 30 സെക്കൻഡ് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മൈക്രോവേവിലാണെങ്കിൽ ഒരു 30 സെക്കൻഡ് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. 400 ഗ്രാം കണ്ടൻസ് മിൽക്കാണ് ഞാൻ ഈ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ക്രീം ചീസും ടെൻഡർ കോക്കനട്ട്, അതായത് കരിക്കിൻ്റെ കാമ്പും നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ നല്ലൊരു ബലൂൺ വിസ്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ട് ഒരു മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജലാറ്റിൻ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, ചെറുതല്ല, നല്ലോണം ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടൊന്ന് മാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നമ്മുടെ ജലാറ്റിൻ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബലൂൺ വിസ്കർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ഒരു ജലാറ്റിൻ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരേപോലെ ജലാറ്റിൻ എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ട് കിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ജലാറ്റിൻ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജലാറ്റിനും ബാക്കിയുള്ള ചേരുവകളെല്ലാം തന്നെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഗ്ലാസ് പുഡിംഗ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് രണ്ടാമത്തെ പുഡിങ്ങിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കൂട്ട് നന്നായി തണുത്ത് നല്ല സെറ്റായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാമത്തെ കൂട്ട് തയ്യാറാക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് ശക്തിയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഗ്ലാസ് പുഡിംഗ് ആണ്, പെട്ടെന്ന് തന്നെ അതിൽ ചെറിയ ഗ്യാപ്പുകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ പതുക്കെ നമ്മൾ ചെറിയൊരു കപ്പിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2.5 കപ്പോളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ കൂട്ട് വേറൊരു ട്രേയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കൊരു 2 മണിക്കൂർ ചില്ലാവാനായിട്ട് വെക്കാം. അവസാനമായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ്. ഇത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ. അത് നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. മിക്സിയിലിടേണ്ട കാര്യമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. സാധാരണ ചീസ് കേക്കിൽ നമ്മൾ താഴെ ബേസായിട്ട് ഉപയോഗിക്കുന്നത് ബിസ്ക്കറ്റും ബട്ടറുമാണ്. ഞാനിവിടെ ബട്ടറൊന്നും ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും അവസാനമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എനിക്ക് 4 മണിക്കൂർ എടുത്തു ഈ ഒരു പുഡിംഗ് സെറ്റായി വരാനായിട്ട്. ഞാൻ 2 മണിക്കൂറിൽ സെറ്റാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് 4 മണിക്കൂർ എടുത്തു കറക്റ്റായിട്ടൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. ഇപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ക്രം ഇടുവാണ്. നമ്മൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇട്ട് കാണിക്കുന്നത്. സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മളിടുന്ന സെർവിങ് പാത്രത്തിൻ്റെ താഴെ ഈ ബിസ്ക്കറ്റ് പൗഡർ ഇട്ടതിന് ശേഷം നമ്മുടെ പുഡിങ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ മുൻപേ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ബിസ്ക്കറ്റൊക്കെ വല്ലാതെ തണുത്തു പോവും. അത് ഒഴിവാക്കാനായിട്ടാണ് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ചീസ് കേക്ക് പോലെ തന്നെ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള കേക്കിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചീസ് കേക്കൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ബർത്ത്ഡേസിനൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ചീസ് കേക്കിൻ്റെ അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ടെൻഡർ കോക്കനട്ടാണ് ഉപയോഗിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവർ മാറ്റാനായിട്ട് ബ്ലൂബെറിയോ അതുപോലെ ബ്ലാക്ക്ബെറിയുടെ ക്രഷ് അതുപോലെ സ്ട്രോബെറിയുടെ ക്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട് ക്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചീസ് കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ക്രീം ചീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രത്യേകം ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഇത് പോയി കാണണം. വളരെ സിമ്പിൾ മെത്തേഡാണ്, ഒരുപാട് കുക്കിംഗ് ടൈം വേണ്ട. നമുക്ക് ഈ ഒരു ജലാറ്റിൻ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമും ഈ ഒരു പുഡിങ് സെറ്റ് ആവാനുള്ള സമയം മാത്രം മതി. ഒരുപാട് ചേരുവകൾ ചേർത്ത് കുക്ക് ചെയ്യേണ്ട ആ ഒരു സമയമൊക്കെ നമുക്ക് ഈ ഒരു പുഡിങ്ങിലൂടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, വളരെ സോഫ്റ്റാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീണ്ടും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.